നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മരിക്കുന്നില്ല ഞാൻ എന്ന പഴയ ഒരു മലയാള ചിത്രത്തിലെ രവീന്ദ്രമാഷ് സംഗീതം നൽകിയ ചന്ദനമണിവാതിൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദോളം എന്ന കർണാടക സംഗീതത്തിലെ ഒരു രാഗത്തിലാണ്. സമാനമായിട്ടുള്ള ഹിന്ദുസ്ഥാനി രാഗമാണ് മാൽക്കോൻസ്. അപ്പോൾ അതിൻ്റെ സ്വരം ഞാൻ ഒന്ന് പറയാം. സ്വരങ്ങൾ 4 സ്വരം മാത്രമേ വരുന്നുള്ളതിൽ സഗമദനിസ. അപ്പോൾ ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ബി സ്കെയിലാണ്. അപ്പോൾ നമ്മൾ 1.5 വായിക്കുമ്പോൾ ഇത് നമ്മൾ കോമൺ നിഷാദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ 7ാമത്തെ ശ്രുതിക്കാണ്. ബി സ്കെയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്വരങ്ങൾ ഞാനൊന്ന് പറയാം. രാഗത്തിൻ്റെ സ, ഗ, മ, ധ, നി, പിന്നെ റിപ്പീറ്റ് സ, ടോപ്പിൽ സ, സ, നി, ധ, മ, ഗ, സ. അപ്പോൾ ഈ 4 സ്വരങ്ങളാണ് ഉപയോഗിക്കുന്നത്. സ, ഗ, മ, ധ, നി, സ. റിപ്പീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും സ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് ഒരു ഹമ്മിങ് ഉണ്ട്, അത് വയലിനും വായിക്കുന്നുണ്ട്. അപ്പോൾ 2 തവണയാണ് അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാം. അതായത് മാലാണ് തുടങ്ങുന്നത്. ഇവിടെ സ, സ, ഗ, മ, മ, ധ, മ, മ, ധ, മ, ഗ, മ, ധ, നി, ധ, മ, ധ, മ, ഗ, മ, ധ, നി, സ, നി, ധ. അങ്ങനെയാണ് വരുന്നത്. മ, ധ, മ, ഗ, മ, ധ, നി, സ, നി, ധ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നീ, സ, നി, ധ, മ, ഗ. ഒറ്റ ഒരു ബീറ്റിലാണ് വരുന്നത്. അങ്ങനെ. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. അപ്പോൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അതിൽ കോഡ് വരുന്നത് ഇ മൈനറാണ്. ഇ മൈനർ, പിന്നെ ജി വരുന്നുണ്ട്. ജി നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ഈ ഡി ഇവിടെ വെക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇയും ജിയും വെക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ വരുന്നത് എ മൈനറാണ്. അപ്പോൾ നമ്മൾ ഈ ഇത് സ്കിപ്പ് ചെയ്യുക, ഇ, എന്നിട്ട് ഇവിടെ വെക്കുക, ഇങ്ങനെ വെക്കുക. ഓക്കെ. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെ വെക്കാം. ഓക്കെ. അപ്പോൾ ഓക്കെ. ഇ മൈനർ, ജി, എ മൈനർ, അങ്ങനെ 3 കോഡ്. അത് ഫ്ലൂട്ടിൽ ഫസ്റ്റ് അല്ല വയലിനിലാണ് വായിക്കുന്നത് ഫസ്റ്റ്, പിന്നെ ഹമ്മിങ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു വയലിൻ പീസ് വരുന്നുണ്ട്. ധനി സഗ സ, നീ ചേർത്ത് വായിക്കുക. സ
പീസ് വരും. പിന്നെയാണ് പല്ലവി തുടങ്ങുന്നത്. ചന്ദനമണി. അപ്പോൾ അത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പല്ലവി ഒന്ന് നോക്കാം. ഫസ്റ്റ് ലൈന്, അതായത് നമ്മൾ ഹൈ പിച്ചിലുള്ള ടോപ്പിൽ സ വായിക്കുക. സാൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അതായത് അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹിന്ദോളം കണ്ണിൽ, അതായത് സ നമ്മളെ മിഡിൽ സ തുടങ്ങുക. സ സ ഗ മ ഗ സ. പിന്നെ ഗ ഗ എന്ന് വായിക്കുക. അപ്പോൾ സ സ സ ഗ മ ഗ സ ഗ ഗ. ഹിന്ദോളം സ സ ഗ മ ഗ സ സ സ ഗ മ ഗ സ ഗ ഗ. ഹിന്ദോളം. പിന്നെ കണ്ണിൽ എന്നുള്ള മാമ കണ്ണിൽ. ഹിന്ദോളം കണ്ണിൽ. പിന്നെ നെക്സ്റ്റ് വരുന്നത് തിരയിളക്കി സാനി ധമഗ തിരയിളക്കി. നെക്സ്റ്റ് വരുന്നത് ശൃംഗാര ചന്ദ്രിക എന്നുള്ളത് നമ്മൾ മിഡിലുള്ള ഗ വായിച്ചിട്ട് പിന്നെ അടുത്ത ടോപ്പ് ഗാലെ വായിക്കേണ്ടത്. അപ്പോൾ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഗ ഇവിടെ 2 പ്രാവശ്യം വായിക്കുക. പിന്നെ ഇവിടെ ഗ, പിന്നെ 2 ഗ. അപ്പോൾ ഗ ഗ ഗ സനിധ സനിധ. അപ്പോൾ അങ്ങനെ അങ്ങനെ വായിക്കാം. നെക്സ്റ്റ് നീരാടി നീ നിൽക്കെ. അതെ സ്വരങ്ങൾ വരുന്നത് ധനി ധനി സനി സഗ സദാദ. ഇവിടെ ടച്ച് ചെയ്തിട്ട് വായിക്കട്ടെ. പിന്നെ നെക്സ്റ്റ് ലൈൻ വരുന്നത് എന്തായിരുന്നു അപ്പോൾ ഗ ഗമ ഗമ ദമ ഗ ഗ മനസ്സിൽ മഗ സ. എന്തായിരുന്നു
ഇത്രയാണ് പല്ലവി വരുന്നത്. വീണ്ടും പല്ലവി റിപ്പീറ്റ് ചെയ്യുന്ന പ്ലാൻസ് ചെറിയൊരു വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വായിച്ചത്. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നിടത്ത് അങ്ങനെ വരുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് പല്ലവി വരുന്നത്. ഈ പല്ലവിയിലെ കോഡ്സ് വരുന്നത് ഫസ്റ്റ് ജി ഇങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജി ഇങ്ങനെ വെക്കുക. അപ്പോൾ ജി തന്നെ അവിടെ വെക്കുക. പാതിച്ചാരി അത് വരും. കണ്ണിൽ ഹിന്ദോളം കണ്ണിൽ നിന്നുള്ളടത്ത് ഇ മൈനർ വെക്കുക. പിന്നെ ശൃംഗാര ചന്ദ്രിക എന്നുള്ളടത്ത് ജി വെക്കുക. നീരാടി എന്നുള്ളടത്തും ജി വെക്കുക. അവിടെ ഒരു ഇ മൈനർ മാറ്റാണ്ട്. ജി മൈനർ 4 ബീറ്റും പിന്നെ 2 ബീറ്റും കഴിഞ്ഞിട്ട് അടുത്ത 2 ബീറ്റ് ഇ മൈനർ എടുക്കുക. അപ്പം നീ നിൽക്കേ എന്നുള്ളോട്ട് ഇ മൈനർ. എന്തായിരുന്നു മനസ്സിന് അവിടെ ഇ മൈനറിനെ വെക്കുക. എന്തായിരുന്നു എന്നുള്ളടത്ത് ഇ മൈനറിനെ വെക്കുക. ഇതാണ് അവിടെ കോഡ്സ് വരുന്നത്. അടുത്ത് അനുപല്ലവി വരുന്നത് അതായത് ഗ സ ഗ മ. അതന്നെ 3 തവണ റിപ്പീറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരേ നോട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഒരു വായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ ഗ സ ഗ മ അങ്ങനെ വരുന്നത്. അതായത് ഫസ്റ്റത്തെ ഗ സ ഗ മ ഗ സ ഗ മ. രണ്ടാമത്തെ അങ്ങനെ ഗ സ ഗ മ. മൂന്നാമത്തെ ഗ സ നീ സഗി എന്നുള്ളടത്ത് ധനി അങ്ങനെ വരും. പിന്നെ നക്ഷീർന്ന് എല്ലാം നമുക്കൊരു നിധനി സക നിദാധ. ഒന്നുകൂടി വായിക്കാം. അതായത് നിധ പോലെയല്ല എന്നുള്ളടത്ത് നി ദ നി സ ഗ സ നി ദ ദ അങ്ങനെ വായിക്കാം. അങ്ങനെ വായിക്കാം. നെക്സ്റ്റ് വരുന്നത് അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി. അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി. അതായത് ധാനി സക
നീ സാ സ സ. നെക്സ്റ്റും മഞ്ഞേറ്റ് പൂക്കുമി എന്നുള്ളിടത്തും അതേ സ്വരം തന്നെയാണ് വായിക്കുന്നത്. അപ്പോൾ പിന്നെ നെക്സ്റ്റ് വരുന്നത് അതായത് സമ ഗമ ഗ സ നി നി ഗ സ നി സ നി ദ. നെക്സ്റ്റ് വരുന്നത് സാക്ഷിയല്ലേ. ധനി ധനി ധ മ മ സാക്ഷിയല്ലേ. അത്രയാണ് അനുപല്ലവി വരുന്നത്. ഇനി അനുപല്ലവി കോഡ്സ് വരുന്നത് എന്നോടെന്തിനോടിക്കുന്നു നീ സഖി, അത് ഇ മൈനർ വെക്കുക. എല്ലാം നമുക്കൊരു പോലെയല്ലേ, അവിടെ എ മൈനർ വെക്കുക. ഇവിടെ വെക്കുക. സ്കിപ്പ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവിടെ എല്ലാം നമുക്കൊരു പോലെയല്ലേ അല്ലേ എന്നുള്ളിടത്ത് ജി വെക്കുക. സ്കിപ്പ് ചെയ്തിട്ട് ജി ഇങ്ങനെ വെക്കുക. പിന്നെ അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി, ജി വെക്കുക. അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി. പിന്നെ സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ, അവിടെ ഇ മൈനർ വെക്കുക. സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ. അപ്പോൾ ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി സാക്ഷിയല്ലേ. ഇങ്ങനെയാണ് കോഡ്സ് വരുന്നത്. അപ്പോൾ എത്രയാണ് അത് നമുക്ക് ഈ സോങ് പഠിക്കാനുള്ളത്, അനുപല്ലവി പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.